എന്റെ മോളുടെ കല്യാണാലയങ്ങൾക്ക് കൊച്ചൂർ പദ്ദേഹം വന്നത് മഹാഭാഗ്യാണ്. വരാതിരിക്കാൻ ഒക്കുവോ പാച്ചനായരെ? താൻ എത്രയോ സമ്പലസരമായിട്ട് എന്റെ കാര്യസ്ഥനായിട്ട് ജോലി നോക്കുക. ഒരു നയാ പൈസ ഇതുവരെ ശമ്പളവും വാങ്ങിച്ചു. ശമ്പളം ചോദിക്കാത്തത് മറ്റൊന്നും കൊണ്ടല്ലേ, എന്റെ മോൾക്കൊരു സംഗതി വരുമ്പോ കൊച്ചൂർ പദ്ദേഹം സഹായിക്കുമെന്ന വിശ്വാസം കൊണ്ടാണ്. തന്റെ മോക്ക് സംഗതി വന്നു എന്ന് ഞാൻ അറിഞ്ഞു, അതുകൊണ്ടല്ലേ ഓടി എത്തിയത്. ഈ കല്യാണം മംഗളമായി നടത്തേണ്ടത് എന്റെ ചുമതലയല്ലയോ? എന്റെ മോൻ കുട്ടനെ കിട്ടാൻ 1000 രൂപയും 5 പവന്റെ ആഭരണവും വേണം. അയ്യോ, എന്നെ കൊണ്ട് അതിനുള്ള നിവൃത്തിയില്ല. എങ്കിൽ പെണ്ണിനെ കേട്ടാ എനിക്ക് മനസ്സില്ല. പാച്ചുള്ളേ, കുട്ടൻ വലിയ ഉറുപ്പിന്റെ വേലക്കാരനാ. കുട്ടനെ കിട്ടിയില്ലെങ്കിൽ അത് നഷ്ടമാണ്. എന്ന് വെച്ച് ഇല്ലാത്ത പണത്തിൽ ഞാനിവിടെ പോകാനാണ്. എത്ര രൂപ വേണ്ടത്? 1000 രൂപ. 2000 രൂപയുണ്ട്. അവിടുന്ന് എന്റെ കാണപ്പെട്ട ദൈവമാണ്. ഈ ദൈവത്തിന്റെ കളി കാണാൻ പോകുന്നല്ലേ ഉള്ളൂ. അറിയാതെ. എന്നാ പെണ്ണിനെ കണ്ട് കല്യാണം നിശ്ചയിക്കാം. മോളെ, അവിടുന്ന് തന്നെ ഒന്ന് വിളിച്ചാട്ടെ. അയ്യോ, എന്താ പേര്? സാവിത്രി. സാവിത്രി, ഇങ്ങോട്ട് വരൂ. നല്ലൊരു പെണ്ണ്, പച്ചിലയും കത്തിരിയും പോലെ ഇരിക്കണം. രൂപ എടുത്തോണ്ട് തീയെ നിശ്ചയിച്ചു. ഇനി എന്തോന്ന് ഉറപ്പിക്കാനാ? അടുത്ത മുഹൂർത്തത്തിൽ കല്യാണം. ശരി, വാ. അപ്പൊ ഞാൻ പോട്ടെ. വാടാ. കൊച്ചങ്ങന്റെ സഹായം കൊണ്ട് ഒരു കല്യാണം ഉറച്ചു. അപ്പൊ സാവിത്രി കുട്ടി, പച്ചലയും കത്തിരിയും പോലെ കാര്യങ്ങൾ നടക്കും. കുട്ടാ, നീ ഭാഗ്യവാനാണ് മോനെ. എനിക്ക് പെണ്ണിനെ കിട്ടിയില്ലേ, എനിക്ക് പണവും കിട്ടിയില്ലല്ലോ. പണം ഇത് എന്നോട് വേണ്ടായിരുന്നു ആശാനെ. എന്ത് പറ്റി? ഇത് കണ്ടില്ലേ? അയ്യോ, ഇതിന്റെ മഷി പോയതായിരിക്കും. ഇപ്പോഴത്തെ നോട്ടുകളൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ വീണോ മഷിയും. അപ്പൊ ആ പെണ്ണിന്റെ മഷ പോയതായിരിക്കും. എനിക്ക് കല്യാണം വേണ്ട. വേണ്ട, കാശ് ഞാൻ അയ്യോ അയ്യോ പാപ്പ, അയ്യോ പാപ്പ, അയ്യോ. എന്നാലും നല്ല ആളാ. ഞാനങ്ങ് ഭയന്നു പോയല്ലോ. കുറുപ്പത്തി എന്നാലും ഭയങ്കരനാ. ഇത്ര വേഗം കല്യാണം മുടക്കി കളഞ്ഞല്ലോ. ഇനി വരുന്ന കല്യാണം ഞാൻ മുടക്കും. അങ്ങനെ വരുന്ന കല്യാണങ്ങളെല്ലാം മുടക്കി അവസാനം നമ്മൾ ഉടക്കും. കൊയ്ത്തും മെതിയെല്ലാം കഴിഞ്ഞ് എല്ലാവരും കൂടി വരുമ്പോൾ കരിങ്കാലികളെ കൊണ്ട് വന്നവൻ കമ്മീഷൻ വാങ്ങിക്കാൻ വരമ്പത്ത് കാത്തു നിൽക്കുന്നു. എല്ലാവരും കൂടെ ശരിക്കെടുത്തിട്ട് അങ്ങോട്ട് കൊടുത്ത് അവൻ എടുത്തു വെച്ച ഒറ്റ ഓട്ടം. ഓടി ഓട്ടത്തില് ആള് പഞ്ചായത്ത് കണക്കിലേക്ക് പോയി. എന്താടാ ഞാൻ ഇതിന്റെ വാതിൽ പോയപ്പോ എല്ലാവരും ഇത്രയും ചിരിക്കാൻ? അയ്യോ, ഞങ്ങളൊരു കാര്യം പറഞ്ഞ് ചിരിച്ചു പോയതാണ്. നിന്റെയൊക്കെ സംഘം ചേരലും പരിപാടിയെല്ലാം എന്റെ വീട്ടുമുറ്റത്താന്ന് ഓർമ്മ വേണം. അതിന് കടന്നാൽ ഞാൻ തീ വെച്ച് കളയും. അങ്ങനെ അങ്ങ് പേടിപ്പിക്കാതെ. എന്റെ പറമ്പിലാണ് ഈ ഓഫീസ് കെട്ടിയിരിക്കുന്നത്. അല്ലെങ്കിൽ തീ വയ്ക്കാൻ വന്നേരെ കാണിച്ചേരാം. അഹങ്കാരി, നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കാൻ വരുന്നത്? ഞങ്ങൾ പാവപ്പെട്ട തൊഴിലാളികൾ, ഞങ്ങൾക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതേക്കുറിച്ച് ആലോചിക്കാൻ വേണ്ടി ഇവിടെ കൂടിയിരിക്കുകയാണ്. നിന്റെയൊക്കെ ഗൂഢാലോചന നിർത്തിത്തരാവിടാ. നീ ആരോടാണ് സംസാരിക്കുന്നത് അറിയാമോ? കൊച്ചങ്ങന്റെ കയ്യിലേക്ക് സാധനം എന്താ പറയുമോ? ഇരട്ടപ്പഴ അവന്മാർ യൂണിയൻ ഉണ്ടാക്കുവോ, ആഫീസ് തുറക്കോ, എന്തെങ്കിലും ചെയ്യട്ടെ. നീ എന്തിനാ ഇതൊക്കെ ഇടപെടുന്നത്? നമുക്കെതിരായിട്ടാണ് അവർ സംഘടിക്കുന്നത്. ഇന്ന് രാത്രി തന്നെ ഞാനിത് പൊളിച്ചു മാറ്റും. പതുക്കെ പറ. അമ്മാരെങ്ങാനും കേട്ടാൽ നമ്മൾ ഓഫീസ് പൊളിക്കുന്നതിന് അമ്മാരെ നമ്മൾ അറവ് പൊളിക്കും. അതിന് ചുണയുള്ള ഒരു പട്ടികളും ഈ നാട്ടിലില്ല. അച്ഛാ, നമ്മുടെ വീട്ടുമുറ്റത്ത് ഇങ്ങനൊരു യൂണിയൻ ഓഫീസ് വളരാൻ അനുവദിച്ചാൽ പിന്നെ നമുക്ക് തലപൊക്കി നടക്കാൻ വയ്യാതാകും. കഥ ഉണ്ടെങ്കിൽ എന്നെ പൊക്കിയെടുത്ത് നടക്കേണ്ട കാലത്തെ പറ്റി ആലോചിച്ചിട്ടുള്ളൂ.
സമസ്ത തലകളും കൊയ്തെടുക്കാനാണ് അവരുടെ പ്ലാൻ. ചെല്ല ഇന്നലെ മീറ്റിംഗിൽ പാടി കേട്ടില്ലയോ? നമ്മൾ കൊയ്യും തലയല്ല നമ്മുടെതാകും പഞ്ചിരിയെ. പിടുത്ത പറയുന്നു, നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടെ നാളെ പൈങ്കിളി എന്നാ പറഞ്ഞത്. അയ്യോ, അത് ഞാൻ കേട്ടതിന്റെ മിച്ചമായിരിക്കും. കൊച്ചുകുറുപ്പേ, എന്താ ഇവന്മാരുടെ ഉദ്ദേശം? ഉദ്ദേശമൊന്നുമില്ല. നമുക്കൊക്കെ തല വേണോ കാശ് വേണോ എന്നൊക്കെ നിശ്ചയിച്ചോണ്ടാ മതി. ആ സുരേന്ദ്രനാ ഇവന്റെ ഒക്കെ നേതാവ്. ആ റാസ്കലിനെ ഞാൻ ശരിയാക്കി തരാം. ഒറ്റയ്ക്കൊന്ന് അവന് മുമ്പിൽ പോയി ചാടില്ല, അവന് ആള് ബെറ്റരാ. ശരിയാണ്, കേട്ടിട്ടുള്ളൂ. അവന്മാർ എന്തും ചെയ്യാൻ മടിയില്ലാത്തവരാണെന്നാ തോന്നുന്നു. എന്നോ ചുവയൊക്കെ ഭയന്ന് എത്ര കാലമാണ് ജീവിക്കുന്നത്? അങ്ങനെ പറഞ്ഞു കൊടുക്കണം കൊച്ചുകുറുപ്പേട്ട. അച്ഛൻ എന്ത് പറഞ്ഞാലും ഭയമാണ്. അറവാദത്തിൽ ആര് കളിച്ചാൽ വെട്ടിക്കളയണമെന്നാണ് എന്റെ പ്രമാണം. ഇവൻ വല്ല വഴക്കിനോ വക്കാടത്തിനോ പോകുന്ന എന്റെ ഭയം. ചേട്ടാ, സുരേന്ദ്രനെ പാട്ടിലാക്കിയാലേ നമുക്കൊരു സ്വൈര്യമായിട്ട് ജീവിക്കണം. അതിനെന്താ വഴി? അതിനൊറ്റ വഴിയേ ഉള്ളൂ. സുരേന്ദ്രന്റെ സ്ഥലത്തല്ലേ യൂണിയൻ ഓഫീസ് തുറന്നിരിക്കുന്നത്. ആ സ്ഥലം ചേട്ടനങ്ങ് വാങ്ങിച്ചാൽ മതി. അത് അവൻ തന്നില്ലെങ്കിലോ? അതിന് വഴി ഞാൻ പറഞ്ഞു തരാം. സുരേന്ദ്രന്റെ ബംഗളെ കെട്ടിക്കാൻ കുറെ പണം കടം വാങ്ങിയിട്ടില്ലേ? ഉണ്ട്. അതിനൊരു വസ്തു എഴുതിത്തണമെന്നുണ്ടോ? വേണ്ട, കടം വീട്ടുന്നവരെ അവനവിടുത്തെ വേലക്കാരായിട്ട് വെച്ചാൽ മതി. ആടിനെ മെരുക്കി എടുക്കുന്നവരെ ക്രമേണ അവരെ മെരുക്കി എടുക്കാം. അതൊരു ബുദ്ധിയാണല്ലോ. ഞാൻ പോകുന്നോട് പറയാം. സ്ഥലം അങ്ങനിന്റെ പേർക്ക് എഴുതി തരുന്നത് എനിക്ക് സമ്മതമാണ്. പക്ഷേ വിവരം കെട്ട എന്റെ തന്ത അത് എന്റെ മോന്റെ പേരിൽ എഴുതി കളഞ്ഞു. ഇനി അവൻ സമ്മതിക്കില്ല. എടാ, എനിക്ക് നിന്റെ സ്ഥലം വേണ്ട. പക്ഷെ എന്റെ പണം തന്നു തീർക്കാൻ നിന്റെ മോനോട് പറ. അങ്ങനിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചത് ഞാനാണ്. അത് കുറേശ്ശെ തന്നു തീർത്താൽ മതിയെന്ന് അന്ന് അങ്ങന്ന് പറഞ്ഞതല്ലേ. എടാ, എനിക്ക് കൃഷിപ്പണിക്ക് പണം ആവശ്യമുണ്ട്. അവിടെ ചോദിക്കുന്നത്. അങ്ങന്നൊരു വാക്ക് പറഞ്ഞാൽ മരിച്ചാലും മാറ്റാത്തവനാണെന്ന് എനിക്കറിയാം. ഇപ്പൊ ഈ പണം ഒരുമിച്ച് വേണോന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ നിന്ന് തരാനാണ്? ശരി, എന്റെ കടം തീർന്നു വരെ നിന്റെ മോനോട് വീട്ടിൽ വന്ന് ജോലി ചെയ്യാൻ പറ. എന്താടാ? പറയാം. ചെല്ല്. നിന്റെ മോനെ തളയ്ക്കാമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എടീ, കുറുപ്പദ്ദേഹം പണം തന്നുകൊണ്ടാണ് അന്ന് ഇവളുടെ വിവാഹം നടന്നത്. അതിനെന്താ, കടം തീർക്കാതെ നമ്മൾ ഈ വീടും പൊളിച്ചോണ്ട് പോകത്തില്ലെന്ന് പറയണം. ഈ ന്യായം നീ എന്റെ തന്നയോട് പറഞ്ഞാൽ മതി. മുതലാളിയുടെ മുമ്പിൽ അച്ഛന്റെ നാവ് ഉയരില്ലമ്മേ. എടാ, അന്ന് ഞാൻ പേടിച്ച് കഴിഞ്ഞുകൊണ്ടാണ് ഇന്ന് ഈ കിടപ്പാടം ഉണ്ടായി. ജോലി ചെയ്തിട്ടാണെന്നാ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. തർക്കുത്തരം പറയാനല്ലേ നീ പഠിച്ചിട്ടുള്ളൂ. ചേട്ടൻ പറയുന്നത് ശരിയല്ലേ അച്ഛാ? ആ, നീയും അവന്റെ കൂടെ കൂടിക്കോ. എടാ, നീ മനസ്സ് വെച്ചാ ആ പണം കൊടുക്കാതെ കഴിക്കാം. ഞാനെന്തോ വേണം? ആ യൂണിയൻ ഓഫീസ് ഇട്ടിരിക്കുന്ന സ്ഥലം കുറുപ്പദ്ദേഹം പണ്ടേ മോഹിച്ചതാ. അങ്ങനെ വരട്ടെ. അപ്പോ സ്ഥലത്തിനോടുള്ള മോഹമല്ല. അവിടെ 4 ചെറുപ്പക്കാർ കൂടുന്നത് അച്ഛന്റെ മുതലാളിക്കും മോനും തലവേദനയാണ്. നിനക്ക് യൂണിയനാണോ കുടുംബമാണോ വലുത്? എനിക്ക് രണ്ടും വലുതാ. എടാ, മുതലാളിമാരെ താങ്ങി നിന്നാലേ നമുക്ക് ജീവിക്കാനോ. അയ്യോടാ, എന്തൊരു അഭിമാനത്തോടാണ് സംസാരിക്കുന്നത്. അച്ഛാ, ഈ മുതലാളികൾക്ക് മുട്ടുകുത്തിയാലേ നമുക്ക് ജീവിക്കാൻ പറ്റും. ഈ താന്തോന്തരം പറയുന്ന ആരും കേൾക്കരുത്. ഞാൻ അച്ഛൻ എന്തിനാ ഇങ്ങനെ ഭയപ്പെടുന്നത്? കടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ജോലി ചെയ്ത് കടം വിട്ടും. അത് തന്നെയാ ഞാനും ഏറ്റിട്ട് വന്നിരിക്കുന്നത്. നാളെ മുതൽ നീയും കൂടെ ജോലിക്ക് വരണം. എവിടെ? എവിടെ? എന്റെ തന്തയുടെ വീട്ടിലേക്ക്. എവിടെയാണെന്ന്? എടാ, കുറുപ്പദ്ദേഹത്തിന്റെ വീട്ടിലേക്കെന്ന്. തോട്ടിപ്പണിക്ക് പോയാലും അയാളുടെ ജോലി എനിക്ക് വേണ്ട. നിന്നെ കൊണ്ടു ചെല്ലാമെന്ന് ഞാൻ വാക്ക് കൊടുത്തിട്ടാണ് വന്നത്. ഓഹോ, അപ്പോ മുതലാളിയുടെ പീരി സമ്പാദിക്കാൻ വേണ്ടി അച്ഛൻ എന്നെ അടിമക്കച്ചവടം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണല്ലേ? അവൻ ഇഷ്ടമില്ലാതെ നിങ്ങൾ എന്തിനാ വാക്ക് കൊടുത്തത്? എനിക്ക് ഇഷ്ടമുണ്ടായിട്ട് നീ ആരായിരിക്കും ചോദിക്കാൻ? ചേട്ടൻ പോകണ്ട. നീ പൊടി വാങ്ങി. എടാ, നീ എന്റെ കൂടെ വരുന്നോ ഇല്ലയോ? ഞാൻ വരണമെന്ന് അച്ഛൻ നിർബന്ധമാണ്. ആ, നിർബന്ധം. ശരി. ഞാൻ വളർത്തിയവനല്ലേ. ഞാൻ പറയുന്നത് കേൾക്കുമോ ഇല്ലയോ എന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. ഇതാ, അവന്മാരുടെ മുമ്പിൽ എന്നെ പട്ടിയാക്കുന്നതിനേക്കാൾ അച്ഛനുടെ കഴുത്ത് വെട്ടി വെട്ടുവച്ച. മോനെ സുരേന്ദ്രൻ, എന്തിനാണ് ഈ അച്ഛനോട് പിടിവാശി? അച്ഛ, മനുഷ്യന് അഭിമാനമാണ് ഏറ്റവും വലുത്. ഈ കിടപ്പാടത്തിന്റെ കടം വീട്ടാൻ നിവൃത്തിയില്ലായിട്ടാണ് ഞാൻ അദ്ദേഹത്തോട് വാക്ക് പറഞ്ഞു പോകുന്നത്. നീ അച്ഛനോട് ക്ഷമിക്കും. ചേട്ടാ, എന്താ ശാന്തേ? ശാന്തേ, എനിക്ക് വേണ്ടിയല്ലേ കടം വാങ്ങിച്ചത്? ഈ ആഭരണങ്ങളെല്ലാം വിറ്റ് കടം വീട്ടണം ചേട്ടാ. വേണ്ട ശാന്തേ, ഒരിക്കൽ നിനക്ക് വാങ്ങിത്തന്ന ആഭരണങ്ങൾ മുഴുവൻ നിന്റെ ഭർത്താവ് വിറ്റ് നശിപ്പിച്ചത് കൊണ്ടാണ് ഇത് നിനക്ക് വാങ്ങിത്തന്നത്. ഇനി ഇതും കൂടി വിറ്റാൽ? സാരമില്ല ചേട്ടാ. വേണ്ട ശാന്തേ, ഞാൻ പൊയ്ക്കൊള്ളാം. നിനക്ക് വേണ്ടി ഞാൻ ജോലിക്ക് പൊയ്ക്കൊള്ളാം. എന്തോ ഈ വീട്ടിൽ എങ്ങനെയൊക്കെയാ പെരുമാറേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തിട്ടാണോ നിന്റെ മോനെ വിളിച്ചോണ്ട് വന്നത്? ആന്നേ, ആ, ഇവൻ ജോലിയൊക്കെ നേരെ ചെയ്യൂടാ? ചെയ്യുമേ.
സുരേന്ദ്ര, എന്താടാ ഇടാന്നോ? പിന്നെ നീ എന്നെ എന്തോന്നാ വിളിച്ചത്? അച്ഛൻ ചുമ്മാ ഇരിക്കച്ച, എനിക്ക് പേരുണ്ട്, സൗകര്യം ഉണ്ടെങ്കിൽ അത് വിളിച്ചാൽ മതി. എടാ പോകുന്ന ഇവനൊരു അഹങ്കാരിയാണല്ലോടാ. എടാ മോനെ, നിന്നെ എടാന്ന് വിളിച്ചാലും നീ കുഞ്ഞെന്നെ വിളിച്ചാവും. എന്തോ നിന്റെ കുഞ്ഞ്? പിന്നെ മര്യാദയായിട്ട് സംസാരിക്കണം. ഞാൻ ജോലിക്ക് വന്നെന്ന് വിചാരിച്ച് ഞാൻ നിങ്ങളുടെ അടിമയൊന്നുമല്ലോ. ഇങ്ങോട്ട് പെരുമാറുന്നവർ അങ്ങോട്ടും പെരുമാറും. എന്തിനെ തിരുവനന്തപുരം വിളിക്കണോടാ? വേണ്ട, എന്റെ പേര് വിളിച്ചാൽ എനിക്ക് മനസ്സിലാകാ. നിന്നെ വിളിച്ചിട്ട് തെങ്ങിനെ തട പഠിപ്പിക്കും. ഇത് ഞാൻ ചെയ്തോളാം മോനെ, ഇന്ന് വരെ നീ ഇത് വല്ലതും ചെയ്ത് ശീലിച്ചിട്ടുള്ളതാണ്. സാരമില്ല അച്ഛാ, നമ്മൾ വാങ്ങിച്ച കടം നമ്മൾ തന്നെ തീർത്തല്ലേ പറ്റൂ. ജോലി ചെയ്ത് ഞാൻ തീർത്തോളാം. നിന്റെ അമ്മ ഇതെങ്ങാനും കണ്ടാൽ? അതൊന്നും സാരമില്ല, അച്ഛൻ പൊയ്ക്കൊള്ളണം. നിലത്ത് നോക്കി കിടക്കണം. ഞാറാ കിടക്കുന്നത്. അതിന് ഞാൻ എന്ത് വേണം? ഞാറിൽ ചവിട്ടരുത്. നീ ആരാടാ കൽപ്പിക്കാൻ? ഞാൻ ആരോ ആയിക്കോട്ടെ, ഞാറിൽ ചവിട്ടരുതെന്നാ പറഞ്ഞത്. എന്റെ അച്ഛന്റെ ഞാരാ ചവിട്ടിയ നീ എന്ത് ചെയ്യും? ഇക്കണക്കിനാണെങ്കിൽ തന്തൊരു തലയ്ക്കും ചവിട്ടുമെന്ന് തോന്നുന്നല്ലോ. എന്ത് പറഞ്ഞാ? ചാടാതെ അടങ്ങി നില്ലടി പെണ്ണെ. ഞാനിതൊക്കെ ചവിട്ടി നശിപ്പിക്കൂടാ. നീ എന്നെ എന്ത് ചെയ്യും? അയ്യോ, എന്റെ കാലില് മുള്ളുകൊണ്ടോ? ആ മുള്ളുകൊണ്ടെങ്കിൽ കണക്കായി പോയി കൊണ്ടുവച്ച അനത്ത്.